നമസ്കാരം. വാർത്തകൾക്ക് പറഞ്ഞ ന്യൂസിലേക്ക് സ്വാഗതം. ഇത്തവണ വളരെ രസകരമായ ഒരു ഫോൺ സംഭാഷണം ഞങ്ങൾ പുറത്തുവിടുകയാണ്. കഴിഞ്ഞ ദിവസം സുനിൽ പരമേശ്വരൻ എന്ന കാന്തല്ലൂർ സ്വാമിയെ കുറിച്ച് ഒരു വാർത്ത ചെയ്തതിൽ പ്രകോപിതനായി ഒരു മാധ്യമ സിംഹം എന്നെ വിളിച്ച് അപമര്യാദയായി പെരുമാറിയതിന്റെ ഫോൺ റെക്കോർഡുകൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ വിളിക്കുന്ന ആൾക്ക് ആളും പേരും ഒന്നുമില്ലേ? ഉണ്ടാവും. എങ്കിൽ അത് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. വ്യാസചൈതന്യെ ഞാൻ വിളിക്കുമ്പോൾ എന്റെ പേരും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരും കൃത്യമായി പറഞ്ഞിരുന്നു. നിങ്ങളത് പറയാനുള്ള മര്യാദ കാണിക്കണം. എന്നിട്ട് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. ശരി. അപ്പൊ അങ്ങനെ ആദ്യം ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അതെ, എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തണം. അതാണ് മര്യാദ. അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കൂ. ഓ ശരി. നിങ്ങള് പിന്നെ സുനിൽ പരമേശ്വരന്റെ ഭാര്യയാണോ? സുനിൽ പരമേശ്വരന്റെ ഭാര്യയ്ക്ക് വ്യാസചൈതന്യെ വിളിക്കാവുന്ന എവിടെയെങ്കിലും നിയമമുണ്ടോ? ആണോന്ന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. താങ്കൾ ആദ്യം പേര് പറയുക. ഇല്ലെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ ത്രെട്ട് ചെയ്യുന്നതിന് ഞാൻ ഇവിടെ പരാതി കൊടുക്കും. നിങ്ങൾ മുട്ടി നിൽക്കുന്നവരെ സുനിൽ പരമേശ്വരനോട് നിങ്ങൾക്ക് മുട്ടാം, പക്ഷെ ആ ജാതി വെച്ചിട്ട് എല്ലാവരുടെ അടുത്തും വരരുത്. അതിന്റേതായ കൃത്യമായ പരിണിത ഫലങ്ങൾ ഉണ്ടാവും. നിങ്ങൾ പേര് പറയൂ, ഇല്ലെങ്കിൽ ഈ നമ്പർ വെച്ചിട്ട് പേരെടുക്കാൻ എനിക്കറിയാം. പിന്നെ വ്യാസചൈതന്യയുടെ ഒരു കൃത്യമായ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിൽ കിടപ്പുണ്ട്. കേട്ടോ? എന്റെ കുഞ്ഞെ പേടിപ്പിക്കാതെ. എടോ, ഞാൻ മിടുക്കിയാണോ? താൻ എടുക്കുന്ന പണി നല്ല അന്തസ്സായിട്ട് എടുക്കുന്നതാ ഞാൻ. ഇത് അറിയത്തില്ലെങ്കിൽ തന്നെ ഈ പണി ഏൽപ്പിച്ചവരെ വിളിച്ചറിയിക്കുക. കേട്ടോ? തന്റെ പേരെന്താ? പേരില്ല. ഇപ്പോഴും എനിക്ക് പേര് പറയാനുള്ള മര്യാദയില്ല, മാന്യതയില്ല. താനൊരു ഭീരുവല്ലേ? ഒരു സ്ത്രീയായ താൻ കുഞ്ഞെന്ന് വിളിക്കുന്നു. തന്റെ ശബ്ദത്തിൽ നിന്ന് താൻ എന്നേക്കാൾ ഏറെ മുതിർന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തനിക്ക് പേര് പറയാനുള്ള ഒരു മര്യാദയില്ലാത്തത് എന്താ? എന്താ പേര് പറയാൻ മര്യാദയില്ലാത്തത്? ഭയങ്കര മിടുക്കിയ. പേര് പറയടോ. നല്ല സംസ്കാരമുണ്ട്. എടോ, എന്റെ സംസ്കാരം വളക്കാൻ വിളിച്ച താൻ തന്റെ പേര് പോലും പറയാനുള്ള സംസ്കാരം ഇല്ലാത്തവനല്ലേ? അതിനുള്ള യോഗ്യത നിനക്കില്ലടി. അതിനുശേഷവും അദ്ദേഹം തന്റെ ഭീഷണി തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്തവണ ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർക്ക് നേരെയാണ് അദ്ദേഹത്തിന്റെ സഭ്യമല്ലാത്ത ഭാഷയിലുള്ള പുലഭ്യം വിളി നടന്നത്. ഉരുളയ്ക്കുപ്പേരി പോലെ ഞങ്ങളുടെ എഡിറ്റർ അതിന് മറുപടി പറയുകയും ചെയ്തു. ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക്, ഞങ്ങളെ ശ്രവിക്കുന്നവരിലേക്ക് ഈ മാധ്യമ സിംഹം എന്നറിയപ്പെടുന്ന വട്ടപൂജ്യത്തിന്റെ ആ വോയിസ് റെക്കോർഡുകൾ ഒന്ന് പുറത്തു തരികയാണ്. ചിലരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ചിലരുടെ സംസ്കാരത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നായയുടെ വല എത്ര കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെയാണ് ഇരിക്കുക എന്ന് ഈ ശബ്ദ റെക്കോർഡുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് മാത്രം ഈ വോയിസ് റെക്കോർഡ് മാത്രമായി ഞങ്ങൾ പുറത്തു വിടുകയാണ്. കേട്ടുനോക്കൂ. ഹലോ അജിത് സാർ അല്ലേ? അതെ സാറേ, ഈ വ്യാസചൈതന്യെ ആ സ്ത്രീ വിളിച്ചതുമായി ബന്ധപ്പെട്ടാണല്ലോ സാറ് വിളിച്ചത്. അപ്പം ഈ സുനിൽ പരമേശ്വരൻ എന്ന സ്വാമിക്കെതിരെ ആരാണ് നിന്ന് കളിക്കുന്നത് എന്ന് താങ്കളുടെ ഒറ്റ കോളോടുകൂടി മറ്റുള്ളവർക്ക് മനസ്സിലായി എന്ന് സാറിന് അറിയിക്കാം. ഞാൻ സുനിൽ പരമേശ്വരനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പം താങ്കൾ ആരാണ്? അങ്ങ് ആരാണ്? ഞാനിപ്പോ ആരാന്ന് ഞാൻ സാറിനോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സാറ് വിളിക്കാൻ കാരണം എന്താണ്? ഞാൻ വിളിക്കാൻ കാരണം ആ സ്ത്രീയെ സാറ് വിളിച്ചത് കൊണ്ടാണ്. ഞാൻ ആ സ്ത്രീയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം സാർ ആ സ്ത്രീയെ വിളിച്ചിട്ട് സാറിന്റെ പേര് പോലും പറയാൻ സാറ് മാന്യത കാണിച്ചില്ല. സാറിനൊന്നില്ലെങ്കിൽ ഇത്രയും നാളത്തെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, സാറിനൊന്നില്ലെങ്കിൽ ഇത്രയും നാളത്തെ മാധ്യമ പാരമ്പര്യമുണ്ടല്ലോ. ആ പാരമ്പര്യം ഒന്നും താങ്കൾ എന്നെ പഠിപ്പിക്കണ്ട. എന്താണ് സാറേ ആ സ്വാമിയെ വിളിച്ച ഒരു കാര്യം, ആ സ്വാമിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ നമ്പർ എനിക്ക് തന്നത് കൊണ്ടാണ് ഞാൻ വിളിച്ചത്. സ്വാമിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് ആ സ്വാമി പറഞ്ഞു. അപ്പൊ ആ സ്വാമിയോട് സംസാരിച്ചതിന്റെ കംപ്ലീറ്റ് എല്ലാം നമ്മുടെ ഉണ്ട്. അപ്പൊ പിന്നെ അത് ഭീഷണിയൊന്നുമില്ല. അപ്പം ഈ സ്വാമിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന് സാറ് ഈ സ്ത്രീയെ വിളിച്ച് ഭീഷണിപ്പെടുത്താനുള്ള കാരണം എന്താണ്? എനിക്കറിയത്തില്ല, ഇവരാരാന്ന് എനിക്കറിയത്തില്ല. നമ്പർ ഞാൻ ആരാണെന്ന്. എന്നിട്ട് സാറിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സാറ് തയ്യാറായില്ലല്ലോ. അല്ല, ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എനിക്ക് അതെന്താണ് സാറേ? സാർ ഒന്നില്ലെങ്കിൽ ഇത്രയും നാളത്തെ മാധ്യമ പാരമ്പര്യമുള്ള മാധ്യമ പ്രവർത്തന പരിചയമുള്ള സാറ് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ സാറിന്
സാറിന് പേടി ആയതുകൊണ്ടാണോ? എന്റെ പേര് അജിത് കുമാറാണ് പറയാൻ സാറിന് പേടിയുള്ളതുകൊണ്ടാണോ? അല്ല, ഇപ്പൊ താൻ എന്നെ ഭീഷണിപ്പെടുത്താനാണോ വിളിച്ചത്? ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇത് ഭീഷണി വീടുന്നവനല്ല, ഞാൻ അറിയാമല്ലോ. മംഗളം നീ ആരാണെന്ന് എനിക്കറിയത്തില്ല. നിന്റെ ഒന്നും ഭീഷണി വീടുന്നതല്ല. അല്ല, ഞങ്ങള് സാറ് പേര് പോലും പറഞ്ഞില്ലെങ്കിലും സാറ് പറയാൻ എനിക്ക് മനസ്സില്ല. എനിക്ക് മംഗളം അജിത്താണ് എനിക്ക് മംഗളം അജിത്താണ് വിളിച്ചത്. സാറേ, ഞാൻ മാന്യമായിട്ടാ സംസാരിക്കുന്നത്. മംഗളാജിത്തല്ല ഞാൻ മംഗളാജിത്തല്ല. പിന്നെ ആരാണ് സാർ? ഞാൻ മംഗളാജിത്തല്ലെന്ന്. അതാണ് നിങ്ങള് വേറെ നമ്പറിലല്ലേ വിളിക്കുന്നേ? വേറെ നമ്പറല്ല. മംഗളാജിത്തല്ല. അജിത് കുമാർ ആറാണ് സാർ. അല്ലേ? അല്ല, നമ്പർ അല്ല. ആ നമ്പർ അല്ല. അല്ല, മംഗളാജിത്തല്ല. അല്ല, അജിത് കുമാർ സാറിന്റെ പേര് അജിത് കുമാർ ആറ് എന്നും അല്ല പേര്? അല്ല, അതല്ല. ഞാൻ മംഗളാജിത്തല്ലെന്ന്. ഞാൻ വേറെ ആളാ. നിങ്ങളെ വേറെ നമ്പറിലാ എന്നെ വിളിക്കുന്നത്. സാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ? നീ പറയണ്ട. നീ പറയാൻ താല്പര്യമില്ല. സാറേ, ഒരു കാര്യം പറഞ്ഞോട്ടെ? ഒരേ ഒരു കാര്യം പറഞ്ഞോട്ടെ? നീ അവന്റെ വല്ല നക്കുന്നെങ്കിൽ പോയി നക്കറ. നീ ഒരു കാര്യം. ഹലോ, പറഞ്ഞോ സാറേ. നീ എന്നെ എന്നെ മംഗളാജിത്തിനെ വേറെ വിളിക്കുക, എന്നെ വിളിക്കുക വേറെ നമ്പര്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ വലിയ മിടുക്ക് കാണിക്കണ്ട കേട്ടോ. മിടുക്ക് കാണിച്ച നീ അങ്ങ് ഉണ്ടാക്കത്തൊന്നുമില്ല കേട്ടോ. നീ അവന്റെ സ്റ്റാഫ് ആണെങ്കിൽ, അവന്റെ ശമ്പളം വാങ്ങിച്ച് നക്കുന്നവനാണെങ്കിൽ നീ തിന്നോ. മനസ്സിലായില്ലേ? മേലാൽ ആവശ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ സാറേ? ഒരു കാര്യം പറഞ്ഞോട്ടെ? പറയണ്ട. അല്ല, ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ കേൾക്കാൻ മനസ്സിലെങ്കിൽ പിന്നെ ഞാനേ തന്നെ തെറി വിളിക്കണമെന്ന് ഞാൻ കരുതിയതാ. സാറേന്നാ ഞാൻ താങ്കളെ അഭിസംബോധന. താങ്കൾ മാന്യത വിട്ട് പെരുമാറുമ്പോഴാണ് ഞാൻ ഈ പറയണത്. അല്ല 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 സാറ് വല്ല മറ്റേ ഒരു ഭാഷ പറഞ്ഞത് നക്കണ്ടെന്ന്. സാറിന് നക്കി ശീലം ഉണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവരും എല്ലാവരും നക്കിക്കൊണ്ടായിരിക്കണം സാറിന് തോന്നും. അത് സാറിന്റെ കുഴപ്പമാണ്, സാറിന്റെ സംസ്കാരമാണത്. നീ അങ്ങ് സംസ്കാരം ഉണ്ടാക്ക. സാറെന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? അവന്റെ ശമ്പളം വാങ്ങിക്കട്ടെ. ഞാൻ അവന്റെ ശമ്പളം വാങ്ങിക്കുന്നവനല്ല. എനിക്ക് അവന്റെ ശമ്പളത്തിന്റെ ആവശ്യമില്ല. ഞാൻ അവന്റെ കീഴിൽ ജോലി ചെയ്യുന്നവനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാറ് കേൾക്കുന്നതിന്റെ പ്രശ്നമാണ്. ശരി, നീ എന്നെ വിളിക്കരുത്. എന്നെ വിളിച്ചാൽ എനിക്ക് താല്പര്യമില്ല താങ്കളോട് സംസാരിക്കാൻ. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ? ആ വ്യാസചേതനെ വിളിച്ചു എന്ന് പറഞ്ഞ് സാറ് ഹലോ പറഞ്ഞു. ഞാൻ താങ്കളെ ഭയന്നൊന്നും വെച്ചതല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് സാറ് മാന്യത പെരുമാറിയപ്പോഴും ഞാൻ മാന്യത ഞാൻ പറഞ്ഞ അന്ന് ഞാൻ പറഞ്ഞ അതായത് എനിക്ക് സുനിൽ പരമേശ്വരന്റെ ഒരു പൂർവാശ്രമം കുടിപിടിയെല്ലാം എനിക്കറിയാം. ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് 10-40 വർഷമായിട്ട് ഈ പണി ചെയ്തെങ്കിൽ എനിക്ക് അങ്ങനെ നിൽക്കണമെന്ന് എനിക്കറിയാം. മനസ്സിലായല്ലോ? എന്നെ അങ്ങേക്ക് അറിയുമോന്ന് എനിക്കറിയത്തില്ല. സാറേ, ഞാനൊരു കാര്യം പറയട്ടെ സാറേ? സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ സാറിന്റെ കംപ്ലീറ്റ് ഐഡന്റിറ്റി ഞാൻ എടുത്തതിന് ശേഷം വിളിക്കുന്നത്. അതെ, അത് ഒരു കാര്യം. ഞാൻ ഐഡന്റിറ്റി എടുത്താൽ വാങ്ങുക, അത് വേറെ കാര്യം. എന്റെ ഐഡന്റിറ്റി ആർക്കും പബ്ലിക് ആണല്ലോ. അതാ പറഞ്ഞേ, അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ സാർ നിഷേധിച്ച കാര്യമില്ലല്ലോ അതില്. അല്ല, നിഷേധിച്ച ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം. അല്ല, ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ സാർ ഇന്ന ആളല്ലെന്ന് ചോദിച്ചു. സാർ ആദ്യം അതേന്ന് പറഞ്ഞു, പിന്നെ സാർ നിഷേധിച്ചു. അല്ല, ഞാൻ ചോദിക്കുന്ന കാര്യം, നിങ്ങളോട് എനിക്ക് പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കേണ്ട കാര്യം. അപ്പൊ പിന്നെ എന്തിനായിരുന്നു സാറ് ആ സ്ത്രീയെ വിളിച്ചത്? സാറിന് ഒരു പരിചയമില്ലാത്ത സ്ത്രീയെ വിളിച്ചിട്ട് സാറ് മാന്യത വിട്ട് പെരുമാറിയിട്ടില്ലേ? മാന്യത വിട്ടല്ലേ സാർ സംസാരിച്ചത്? അതെന്താ സാറേ? അത് കോടതി തെളിയിക്കാനൊന്നുമില്ല സാർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കേട്ട കാര്യമാണ്. ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീയോട് പറയാൻ പറ്റുന്ന ഭാഷയാണോ സാറ് പറഞ്ഞത്? എനിക്കൊരു സ്വാമി ഒരു നമ്പർ തരുന്നു, എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയും. അല്ല സാർ, ഞാൻ ഒരു കാര്യം, ആ നമ്പർ ആരുടെയാന്ന് വിളിക്കുമ്പോ സാറ് മിനിമം സാറിന്റെ ഐഡന്റിറ്റി വിളിക്കുമല്ലോ. ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഈ നമ്പറിന്റെ ഉടമ ആരാന്ന് അറിയാനാ വിളിക്കണേ. അല്ല, അങ്ങനെ ചോദിക്കാലോ. അങ്ങനെയല്ല, അത് സാമാന്യ മര്യാദയല്ലേ? ഒരു മനുഷ്യന്റെ സംസ്കാരത്തിന്റെ ഉളവാകുന്ന മാന്യതയല്ലേ അത്? അല്ല, അത് അവരല്ലേ ചോദിക്കണം. നിങ്ങളാരാ? നിങ്ങൾ അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് എങ്ങനെ എനിക്കറിയാം? അല്ല, ഞാൻ അപ്പൊ സാറ് പറഞ്ഞ അതേ ലെവലിലാണെങ്കിൽ എന്റെ ഐഡന്റിറ്റി ഞാൻ പറയേണ്ട കാര്യം സാറിനോടില്ലല്ലോ. ഇല്ല, ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു. എന്റെ ചോദ്യം നിങ്ങൾ അങ്ങനെ
നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും? ഞാൻ ഈ വ്യാസചേതനയും സാറും തമ്മിലുള്ള ബന്ധം എന്താ? ഞാൻ ജീവിതത്തെ അയാളെ കണ്ടിട്ടില്ല. അയാളുടെ പരാതി എന്റെ അടുത്ത് പറഞ്ഞു. ആണോ? അങ്ങനെയാണെങ്കിലോ, ഇപ്പം സാറ് വിളിച്ച സ്ത്രീ ഉണ്ടല്ലോ, അവരൊരു പരാതി എന്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ താങ്കളുടെ നമ്പറിൽ വിളിച്ചു. ആ പരാതി പറയാൻ അതാണ്, അത് തന്നെയാണ് എനിക്ക് അങ്ങോട്ട് വ്യാസചേതന്യ ഒരു പരാതി പറയാൻ താങ്കൾ ആരാണ്? താങ്കൾ കേരളത്തിലെ ഹോം മിനിസ്റ്ററോ അല്ലെങ്കിൽ DGP റാങ്കിലോ അല്ലെ വേണ്ട ഒരു കോൺസ്റ്റബിൾ റാങ്കിലെങ്കിലുള്ള പോലീസുകാരനാണോ? ഞാൻ അത് ഉണ്ടാക്കണം. അല്ല വ്യാസചേതനിക്ക് സാറിന്റെ അടുത്ത് പരാതി പറയാമെങ്കിൽ എന്നോട് പരാതി പറഞ്ഞൂടെ? താങ്കൾ ഈ പരാതി പരിഹാര സെല്ലിന്റെ ആളാണോ? സാറ് പരാതി പരിഹാര സെല്ലിന്റെ ആളാണോ? അല്ലല്ലോ. ഞാനും പത്രക്കാരൻ തന്നെയാ സാറേ, ഞാനും പത്രക്കാരൻ തന്നെയാ. ഏത് പത്രക്കാരൻ? ഏത് പത്രത്തിലാണ് ജോലി ചെയ്യുന്നത്? ഏതെങ്കിലും പത്രത്തിലായിക്കോട്ടെ. സാറ് പത്രക്കാരനാണെന്ന് സാറ് പത്രക്കാരനാണെന്ന് സാർ ഇപ്പൊ സമ്മതിച്ചത് എന്തുകൊണ്ടാ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഈ പത്രക്കാർക്ക് പരാതി പത്രക്കാർക്ക് പോലീസ് അല്ലെങ്കിൽ കോടതി പരിഗണിക്കേണ്ട ഒരു പരാതി പത്രക്കാരൻ പരിഗണിക്കുമെന്നുള്ളതിന് എവിടെയെങ്കിലും ഒരു ലോ എസ്റ്റാബ്ലിഷ്മെന്റ് നടന്നിട്ടുണ്ടോ? അല്ല, ഇയാൾ എന്നെ നന്നാക്കാൻ പോവാണ്. ഞാൻ നന്നാക്കിയാലൊന്നും സാറ് നന്നാവത്തില്ല. നന്നാവാനാണെങ്കിൽ സാറൊക്കെ പണ്ടേക്ക് വേണ്ട നന്നായേനെ. അതുകൊണ്ട് അത് ഞാനങ്ങ് നന്നായിക്കോളാം. എന്നാ സാർ നന്നായിക്കോ. ഓക്കെ. ഇനി മേലെ എന്നെ വിളിച്ചേക്കെ. എനിക്ക് സാറ് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഒരേ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഞങ്ങൾ തപ്പിയെടുത്ത ഐഡന്റിറ്റി ഇന്നയാള് തന്നെയാണോ എന്നൊന്ന് അറിയണമായിരുന്നു. അതിനുവേണ്ടി മാത്രം വിളിച്ചതാ. അല്ല, അജിത് കുമാർ അല്ല ഈ സംസാരിക്കുന്നത്. നിങ്ങൾ ആദ്യം എന്നാ പിന്നെ സാറേ പിന്നെ എന്തിനാ സാറ് കിടന്ന് ടെൻഷൻ അല്ല സംസാരിക്കുന്നതെന്ന് ആദ്യം താൻ മനസ്സിലാക്കണം. ഓക്കെ, ശരി, സമ്മതിച്ചു. എങ്കിൽ പിന്നെ സാർ എന്തിനാ ടെൻഷൻ ആണേ? സാറ് വിട്ടേക്കൂ. സാറ് ടെൻഷൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ രണ്ട് തവണ വിളിച്ചു, എനിക്ക് കിട്ടിയില്ല. സാറ് ഒന്ന് വിളിച്ചു, ഓക്കെ, സാറ് ബഹളം വെച്ചു, ഫോൺ കട്ട് ചെയ്തു. സാറ് രണ്ടാമത് വിളിച്ചു, സാറ് ബഹളം വെച്ചു, ഫോൺ കട്ട് ചെയ്തു. സാർ ഇപ്പൊ മൂന്നാമത് എന്നെ വിളിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ആര് വിളിച്ചാലും തിരിച്ചു വിളിക്കും. ആയിക്കോട്ടെ, പക്ഷെ 2 തവണ സാറ് ബഹളം വെച്ച് സാറ് തന്നെ ഉടക്കുണ്ടാക്കി കട്ട് ചെയ്ത് പോയതാ. ഞാനല്ല കട്ട് ചെയ്തത്. 3ാമത്തെ തവണ സാറ് തന്നെ ഇപ്പൊ എന്നെ വിളിച്ചേക്കുന്നത്. ഞാൻ സാറിനെ തിരിച്ചു വിളിച്ചിട്ടില്ല. ശരി, ഇത് വെച്ചിട്ട് ഞാൻ ഒത്തിരി പ്രായമുള്ള ആളല്ലേ? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. സാറിന്റെ പ്രായം സാറിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ. ദൈവത്തോട് ചോദിച്ചാൽ മതി. സാറേ, ഞാൻ ഈ പത്രപ്രവർത്തനത്തിൽ പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. സാറിന് എത്രയും കാലങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തന പരിചയം എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. ഞാനൊക്കെ ഇത് പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങയുടെ പേരെന്താണ്? ഇപ്പൊ സാറിന്റെ പേര് പറയാൻ തയ്യാറല്ലാത്തപ്പോ ഞാൻ പിന്നെ എന്റെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, തന്റെ ദൈവത്തോട് ചോദിച്ചാൽ മതി. എന്റെ ജീവചരിത്രമൊക്കെ. അപ്പൊ പിന്നെ സാറ് സമ്മതിച്ചല്ലോ സാർ ആരാന്നുള്ളത്. അല്ല, എനിക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. ഞാൻ സത്യക്രിസ്ത്യാനിയാണ്. എനിക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. എനിക്ക് മറ്റുള്ള ദൈവങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ആചാരാനുഷ്ഠാനങ്ങളിലോ എനിക്ക് തീരെ വിശ്വാസമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. അല്ല, അവനോട് ചോദിച്ചാൽ മതി, അവനറിയാം. ആയിക്കോട്ടെ, ഞാൻ പുള്ളിയോട് ചോദിക്കാം. ഇന്ന ആളറിയാം. അത് ഇപ്പൊ പുള്ളി ആവാഹിക്കാന്നില്ല സാറേ. ട്രൂ കോളർ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ആപ്പുകളുണ്ട്. നമുക്കൊക്കെ ഇതൊക്കെ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പൊ പിന്നെ സാറ് ഈ പേര് പറയാതെ സാറ് ഞാൻ ബസ്സിൽ പിടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, എനിക്ക് താല്പര്യമില്ല പറയാൻ. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ആപ്പുകൾ വഴിയും അല്ലെങ്കിൽ വേറെ ഇപ്പൊ സാറിന് തന്നെ അറിയാലോ, ഒരു പത്രക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നമ്പർ വന്ന് ഞാൻ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് സാറിന് അറിയാലോ കാര്യമാണല്ലേ? എനിക്കറിയാമല്ലോ. അപ്പൊ പിന്നെ സാറ് ഈ പേര് പറയാതെ മസിൽ പിടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ സാറ് പേര് പറയാതെ മസിൽ പിടിക്കുന്തോറും സാറ് വെറും ഭീരുവാണ്. അല്ലെങ്കിൽ ഇത്രയും നാളുള്ള എക്സ്പീരിയൻസ് ഉള്ള എന്നെയല്ല സാറ് മറ്റു സാർ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പോലും സാറ് ഭയപ്പെടുകയല്ലേ? സാറ് ആയിക്കോട്ടെ, ഞാനങ്ങ് പേടിച്ച് ഉരുണ്ട് ചുരുങ്ങി അങ്ങ് ഇരിക്കുക. പറ്റുമെങ്കിൽ സെൽഫി എടുത്ത് വാട്സാപ്പ് ഇട്ടേക്കോ സാറേ. ആ തെണ്ടിയോട് അപ്പൊ എന്റെ ജീവിതത്തിൽ മൊത്തം അറിയാം. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചോളാം. പിന്നെ മേലെ എന്നെ വിളിച്ചത് ഞാൻ വിളിക്കുന്നൊന്നുമില്ല സാർ. ഇത്രയും സംസാരിച്ചാലും സാർ നന്ദി.